നിങ്ങളെ അപ്പോയിന്റ് ചെയ്ത പേപ്പറോട് വരട്ടെ, ബാക്കി കാര്യങ്ങൾ അപ്പം ആലോചിക്കാം. മാനേജര് മറ്റാരെയും അപ്പോയിന്റ് ചെയ്യാൻ പോകുന്നു എന്നൊരു... അതിനിപ്പോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എയുടെ ജോലി എന്ന് പറയുന്ന പേപ്പർ വരുമ്പോ അപ്രൂവ് ചെയ്യണോ വേണ്ടതെന്ന് തീരുമാനിക്കലാണ്. അതവിടെ നിൽക്കട്ടെ, പെൺകുട്ടികളോടൊക്കെ മാന്യമായിട്ട് പെരുമാറാൻ ശീലിച്ചിട്ടില്ലല്ലേ? അത് പിന്നെ സാറിന്റെ മകള് പറഞ്ഞല്ലേ. നേര് പറഞ്ഞ കുട്ടി തെറ്റിദ്ധരിച്ച. ഞാൻ എന്റെ ഒരു ഫ്രണ്ടിനെ തമാശക്ക് സ്റ്റുപ്പിഡെന്ന് വിളിച്ചപ്പോ സാറിന്റെ മകള് വിചാരിച്ചു അവളെ വിളിച്ചാണെന്നല്ലേ? അതെ. സാറും മാനേജറെ ഒന്ന് വിളിച്ച് സംസാരിച്ചാൽ എനിക്ക് ക്ലെയിം ഉള്ളത് കൊണ്ട് മറ്റാരെ അപ്പോയിന്റ് ചെയ്തെന്ന് പറഞ്ഞാൽ എനിക്ക് ആ പോസ്റ്റ് കിട്ടും. കിട്ടിയാൽ ഞാനും എന്റെ കുടുംബവും രക്ഷപ്പെടും സാർ. മറ്റാരും രക്ഷപ്പെടില്ലല്ലോ. അതവിടെ നിൽക്കട്ടെ. സ്റ്റുപ്പിഡെന്ന് വിളിച്ച ഫ്രണ്ടിനെ ആയിരുന്നു. പക്ഷെ ഓട്ടോറിക്ഷയിൽ കൈക്ക് പിടിച്ച് വലിച്ച് താഴെ ഇറക്കാൻ നോക്കിയത് ആരെയായിരുന്നു? പറയൂ മാഷേ. സാറിനെ കാണാനുള്ള തിടുക്കത്തിൽ തിടുക്കം വന്ന പെൺകുട്ടികളുടെ കൈ കയറി പിടിക്കുമല്ലേ? അതിന് ഞാൻ സോറി പറഞ്ഞിരുന്നു. ആണാ? എങ്കിൽ ഞാൻ നിങ്ങളുടെ കരണക്കുറ്റി നോക്കൊന്ന് പൊട്ടിക്കട്ടെ, പിന്നീട് സോറി പറഞ്ഞാൽ മതിയല്ലോ. അല്ലെങ്കിലും എന്റെ മേലധികാരി എന്ന നിലയിൽ എന്നെ ശിക്ഷിക്കാനുള്ള അധികാരം സാറിനുണ്ടല്ലോ. ഇയാള് മാഷായാലല്ലേ ഞാൻ മേലധികാരിയാവൂ. മാനേജറെ സാറൊന്ന് വിളിപ്പിച്ചിരുന്നെങ്കിൽ. അതെന്റെ ജോലിയല്ല, എനിക്കിപ്പോൾ വേറെ കുറച്ച് ജോലിയുണ്ട്. എന്നാ ഞാൻ പോയിട്ട് നാളെ വരാം. ഇക്കാര്യത്തിന് ഇനി ഇവിടെ വരണമെന്നില്ല സാർ. എനിക്കിവിടെ വേറെ ജോലി ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ആയി. ഓട്ടോ വെയിറ്റ് ചെയ്യാൻ ഇങ്ങോട്ട് കയറിയാട്ടെ. ഇത് കുട്ടിക്ക് കയറി പോകാൻ വേണ്ടി ഞാൻ പിടിച്ചതാ. പൈസയും കൊടുത്തിട്ടുണ്ട്. എനിക്കാണെങ്കിൽ വൈകുന്നേരം പ്രത്യേകിച്ച് ഒരു ജോലിയില്ല. അതുകൊണ്ട് എല്ലാ ദിവസവും ഒരു ഓട്ടോ പിടിച്ച് ഇവിടെ കാത്തിരിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇനി ഞാനൊരു സത്യം തുറന്നു പറയട്ടെ. അന്ന് ഞാൻ സ്റ്റുപ്പിഡെന്ന് വിളിച്ചത് കുട്ടിയല്ലായിരുന്നു, ഓട്ടോ ഡ്രൈവറെ ആയിരുന്നു. അല്ല, അത് കയറരുത്. അല്ല, കുട്ടിക്ക് വേണ്ടി പിടിച്ച... ഹലോ, ലൈനടിയാണ്. അല്ല സാറേ, ലൈനടി തന്റെ പോണോ? രണ്ടുപേരും ഒന്ന് വിട്ടേ. പിടിക്കട്ടെ കഴുതാണ്. വിടാനല്ലേ മുതലാളി പറഞ്ഞുള്ളൂ, പിടിക്കാൻ പറഞ്ഞില്ലല്ലോ. എന്നെ എഴുന്നേൽപ്പിക്കണ. ഡോക്ടർ പറഞ്ഞല്ലേ മുതലാളി, ഭക്ഷണം കുറയ്ക്കണം, ശരീരഭാരം കൂടിയാ രോഗം പെട്ടെന്ന് ഭേദമാവില്ലാന്ന്. ഭക്ഷണം കുറച്ചിട്ട് ഇപ്പൊ എനിക്ക് രോഗം ഭേദമാണ്ട. അതാ പ്രശ്നം. ആ സ്കൂൾ മാനേജർ കാണാൻ വന്നിരിക്കുന്നു. ആര്? സ്കൂൾ മാനേജർ. മാനേജരാ? ആ കളവനാ വരാൻ പറ. എന്റെ 4 ലക്ഷം താനാ വെള്ളത്തിലാക്കിയത്. വത്സം മാഷ് പിരിഞ്ഞു, വേഗം വന്ന് ജോലി കയറിക്കോളാൻ ആ എരപ്പാളി മാഷ് കത്തെഴുതാൻ തന്നോട് ആരോടോ പറഞ്ഞത്? താൻ കൊടുക്കണോ അവന് ജോലി? എന്നിട്ട് എന്റെ 4 ലക്ഷം താൻ എനിക്കിതാ. നിർത്തണേ. ഇനി താൻ ഇന്ത്യയിലെ എന്റെ ജോലിക്കാര് തന്നെ വാഴക്കാരിയുടെ പോലെ അറിഞ്ഞിടും. ഞാൻ ആരാണെന്നാ താൻ വിചാരിച്ചേ? തന്റെ വീട്ടുവേലക്കാരനോ? തന്റെ പേര് വെച്ച് ഞാൻ അവന് കത്തെഴുതി. എന്റെ ഒരു കാല് കളഞ്ഞവന്റെ 2 കാല് കളയാം. ഞാനിങ്ങനെ ജീവിച്ചിരിക്കുന്നവനെ അതിനു വേണ്ടിയാ. എന്തായാലും മാത്തുക്കുട്ടി അവന്റെ കാലൊടിക്കാൻ പോയി എന്റെ കാലൊടുക്കി. 19,000 രൂപ ചെലവായി. അനുഭവിച്ച വേദനയും പേരാ. എന്നോട് തട്ടിക്കായിരുന്നു. മാത്തുക്കുട്ടി, അതിന്റെ പേര് ഞാൻ അനുഭവിച്ച വേദന മര്യാദയ്ക്ക് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. നായരെ, വിവരങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട്. എന്റെ ശരീരം ഒന്ന് ശരിയായിട്ട് ഞാനൊരിറക്കമുണ്ട്. എനിക്ക് ജോലി വേണ്ടേന്ന് പറഞ്ഞ അവൻ ഈ നാട്ടിൽ നിന്ന് ഓടിപ്പോയില്ലെങ്കിൽ എന്നെ മാത്തുക്കുട്ടി എന്നല്ല, മാത്തു പട്ടിയെന്ന് വിളിച്ചോ. അവനാണ് നമ്മുടെ രണ്ടുപേരുടെയും ശത്രു. അപ്പൊ നമ്മൾ എന്താ വേണ്ടത്? അല്ല, ഒറ്റക്കെട്ടായി നിൽക്കണം. അതെ, നാളെ കാലത്ത് ഈ പരിപാടി നടക്കില്ല. ഞാൻ നിന്റെ വീടിന്റെ മുന്നിലെത്തി ഒരേ ഒരു തവണ ഹോൺ അടിക്കും. 10 സെക്കൻഡ് വെയിറ്റ് ചെയ്യും.
നീ ഇറങ്ങി വന്നില്ലേ ഞാൻ അപ്പൊ തന്നെ വണ്ടി വിടും. എങ്കിൽ നിന്നെ ഞാൻ കശാപ്പിയും. ഓ പിന്നെ ലിഫ്റ്റ് ചെയ്യുന്നതേ എന്റെ മഹാമനസ്കത. 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്യാനൊന്നും എന്നെ കിട്ടില്ല. ഞാൻ കാണിച്ചത് മര്യാദകൾ തന്നെ, സമ്മതിക്കുന്നു. ഓട്ടോയിൽ നിന്ന് കൈപിടിച്ചിറക്കാൻ നോക്കിയത് തെറ്റ്, സ്റ്റുപ്പിഡെന്ന് വിളിച്ചതും തെറ്റ്. പക്ഷേ ഈ വക നിസ്സാര കാര്യങ്ങളൊക്കെ അച്ഛനോട് എന്ന് വിളമ്പിയതാണ് ഏറ്റവും വലിയ തെറ്റ്. ഇയാൾ എന്നെ തെറ്റും ശരിയും പഠിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുകയാണോ? ഒരു തെറ്റ് തിരുത്തേണ്ടത് മറ്റൊരു തെറ്റ് ചെയ്തിട്ടല്ല. ഇയാളെ തിരുത്താൻ ഞാൻ നിങ്ങളുടെ ആരാണ് മിസ്റ്റർ? എന്റെ അച്ഛനോട് എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ പറയും. പറഞ്ഞോളൂ. പക്ഷേ ഒരു ശരാശരി ഇന്ത്യക്കാരന്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഒരു ജോലി കിട്ടുക എന്നുള്ളത്. അതിന്റെ കടക്കലാണ് കുട്ടി കത്തിവെച്ചത്. ഇയാൾ ശരാശരിയിൽ എത്രയോ താഴെയുള്ള ഇന്ത്യക്കാരനാണെന്ന് തെളിയിച്ചതല്ലേ? പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്. മനസാക്ഷി എന്നൊരു സാധനം കയ്യിലുണ്ടെങ്കിൽ കുട്ടിയുടെ അച്ഛനോട് പറയൂ എന്നെ ഒന്ന് സഹായിക്കാൻ. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഒരു ടീച്ചർ ആവാനുള്ള യാതൊരു യോഗ്യതയും നിങ്ങൾക്കില്ല. സ്കൂൾ നിയമനത്തിലെ അഴിമതി അവസാനിപ്പിക്കുക. PSTU സിന്ദാബാദ്. PSTU സിന്ദാബാദ്. സ്കൂൾ മാനേജർ ശങ്കുണ്ണി നായർ നീതി പാലിക്കുക. സ്കൂൾ മാനേജർ ശങ്കുണ്ണി നായർ നീതി പാലിക്കുക. PSTU സിന്ദാബാദ്. PSTU സിന്ദാബാദ്. PSTU സിന്ദാബാദ്. ഞാൻ അങ്ങോട്ട് സമീപിച്ചല്ലേ, എന്നെ സഹായിക്കാൻ സംഘടനക്കാർ ഇങ്ങോട്ട് വന്നു. ഇത് വേണ്ടിയിരുന്നു. നിയമപ്രകാരം മറ്റാരും ചേർക്കാൻ പറ്റില്ല എന്ന് മാഷ് പറഞ്ഞല്ലോ. ആ സ്ഥിതിക്ക് പക്ഷെ മാനേജർ നിയമനം നടത്തുന്നില്ലല്ലോ. സംഘടനക്കാർ ഇടപെട്ടു എന്നറിയുമ്പോ സംഗതിയുടെ സ്പീഡൊന്ന് കൂടുകയും. എന്ത് സംഘടന? ഇതിനൊക്കെ പൈസ എത്ര ചെലവാവും? ഏയ് അങ്ങനെയൊന്നുമില്ല. ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇവരുടെ സംഘടനയിൽ ചേർന്നാ മതി. നല്ല തങ്കപ്പെട്ട മനുഷ്യനാണ് കേട്ടോ. അനീതി എവിടെ കണ്ടാലും അപ്പൊ എതിർക്കും. അത് എടുക്കില്ലല്ലോ. പക്ഷെ മാഷെ, കരടിയെ പേടിച്ച് പുലിമലയെ ചെന്ന് കയറിയ പോലെ ആവരുത്. ഇവറ്റകളൊക്കെ ഞാൻ കുറെ നാളുകൊണ്ട് കാണുന്നതാ. നമുക്ക് പിന്നെ സംസാരിക്കാം. ജാഥ അങ്ങ് എത്തിയേ. സ്കൂൾ മാനേജർ നീതി പാലിക്കുക. സ്കൂൾ മാനേജർ നീതി പാലിക്കുക. മൂരാറ്റി ശങ്കുണ്ണി നായർ 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 നീതി പാലിക്കുക. PSTU സിന്ദാബാദ്. PSTU സിന്ദാബാദ്. PSTU സിന്ദാബാദ്. PSTU സിന്ദാബാദ്. മൂരാറ്റി ശങ്കുണ്ണി നായർ നീതി പാലിക്കുക. മൂരാറ്റി ശങ്കുണ്ണി നായർ നീതി പാലിക്കുക. ഓണ വാങ്ങിയ സ്കൂൾ മാനേജറെ അറസ്റ്റ് ചെയ്യുക. ഓണ വാങ്ങിയ സത്യസന്ധനാണെങ്കിൽ മുറി കയറി ഒളിക്കുന്നത് എന്തിനാ? മാനേജർ അനീതി ചെയ്തിട്ടില്ലെന്ന് ഒന്നും കിട്ടിയെന്ന് പറയരുതോ? യവന്മാർക്കൊന്നും വേറെ പണിയില്ലല്ലോ. ദിവസം കൂലിക്ക് ഇതുപോലെ 10 ജാഥ ഞാൻ സംഘടിപ്പിക്കാം. ഒന്ന് ഞാൻ ഉറപ്പിച്ചു, എന്റെ കൊക്കിന് ജീവനുണ്ട്. ഇവനെ ഞാൻ സ്കൂളിന്റെ പടി കേട്ടില്ല. ഒരു ജാഥക്കാരൻ മാറി. തത്വാധിഷ്ഠിതമായ ഒരു നിലപാടാണ് ഞങ്ങൾ ഈ കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. അധ്യാപകന്റെ ഗവേഷണത്തിൽ കേട്ടു. ഉടൻ തന്നെ ഞങ്ങൾ ജാഥ നടത്തി. അടുത്തത് മീറ്റിംഗ് ആണ്. പിന്നെ കുത്തിയിരിപ്പ് സത്യാഗ്രഹം. അത് കഴിഞ്ഞ് ആലോചിച്ചിട്ടില്ല. ആലോചിക്കണം. മൂല്യാധിഷ്ഠിതമായ ഒരു കാഴ്ചപ്പാടിലൂടെ ഞങ്ങൾ മുന്നോട്ട് പോകും. ശങ്കുണ്ണി നായർ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ നിങ്ങളെ അറിയിച്ചു കഴിഞ്ഞു. ഈ ഗോകുലകൃഷ്ണൻ മാഷ് മുൻപ് ആ സ്കൂളിൽ പഠിപ്പിച്ചിരുന്നത് വെറും ഒരു തൊഴിൽ പരിചയത്തിന് വേണ്ടി മാത്രമാണ്. അയാൾക്ക് അവിടെ ക്ലെയിം ഇല്ല. ഞങ്ങളുടെ കർമ്മപരിപാടിയിലൂടെ ആ സത്യം ഞങ്ങൾ തിരഞ്ഞെടുക്കും. അപ്പൊ എന്റെ സത്യം ആര് തിരഞ്ഞെടുക്കും? ഞങ്ങളുടെ അജണ്ടയിൽ ഇപ്പൊ നിങ്ങളില്ല. നിങ്ങളുടെ ഈ അജണ്ട ഇപ്പൊ എവിടെ ഉണ്ട്?
അജണ്ട എന്ന് പറഞ്ഞാൽ അജണ്ടയൊക്കെ ഞാൻ കുറെ കണ്ടതാ. ഒരേ ഒരു ചോദ്യം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു അധ്യാപകനാണോ വലുത്, അധ്യാപക സംഘടനയാണോ വലുത്? കുറെ അധ്യാപകർ ചേർന്നിട്ടുള്ളതാണല്ലോ ഒരു അധ്യാപക സംഘടന. എനിക്ക് നേർക്ക് നേരെയുള്ള ഉത്തരം വേണം. തത്വാധിഷ്ഠിതമായ തത്വാധിഷ്ഠിതം വിടൂ. ഒരു അധ്യാപകൻ, ഒരു സംഘടന, ഏതാണ് വലുത്? അത് സംഘടനയാണെന്ന് പറയാം. ആണല്ലോ. എന്നാൽ നിങ്ങൾ ഗോകുലകൃഷ്ണൻ എന്നൊരു അധ്യാപകനെ സഹായിക്കാൻ പുറപ്പെടുന്നു. എന്നാൽ ഞാനോ നിങ്ങളുടെ സംഘടനയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നു. മനസ്സിലായില്ല. സാമ്പത്തികമായ അടിത്തറയില്ലാതെ ഒരു സംഘടനയ്ക്കും പിടിച്ചു നിൽക്കാനാവില്ല. സംഘടനയുടെ മുമ്പിൽ നീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന രണ്ട് അധ്യാപകർ ഒരേ തട്ടിൽ. അതിൽ ഞാനെന്ന് പറയുന്ന അധ്യാപകന് സംഘടനയെ സാമ്പത്തികമായി സഹായിക്കാൻ പറ്റും. അവന്റെ കയ്യിൽ ഒരു പിണ്ണാക്കൂല്ല. നിങ്ങൾ ആരുടെ കൂടെ നിൽക്കും? മൂല്യാധിഷ്ഠിതമായി ഈ മൂല്യാധിഷ്ഠിതവും തത്വാധിഷ്ഠിതവും ഒക്കെ മതിയാക്കൂ. 25,000 രൂപ ഞാൻ തരും. എന്നെ സഹായിക്കാനല്ല, ഗോകുലകൃഷ്ണനെ സഹായിക്കാതിരിക്കാൻ. എന്ത് പറയുന്നു? എനിക്ക് ആ പണത്തിന് രസീതൊന്നും വേണ്ട. ഇപ്പൊ ഇവിടെ കൂടിയിരിക്കുന്നവർക്ക് അത് വീതിച്ചെടുക്കാം. PSTU എന്ന് പറയുന്നത് എനിക്കറിയാം. വെറുതെ ഇരിക്കാനാണ് ഈ പണം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ തത്വാധിഷ്ഠിതമായ നിലപാടെടുക്കൂ. ഞാൻ സാമ്പത്തികാധിഷ്ഠിത നിലപാടുമായി പിന്നെ വരാം. മിസ്റ്റർ ഗോകുലകൃഷ്ണൻ മാഷ്? അതെ. ഞാൻ ശങ്കരനാരായണ മാഷ്. വരൂ മാഷേ. ആ ശങ്കരനാരായണൻ? അതെ അതെ, അയാളുടെ ഗ്രീവൻസസ് ഞങ്ങൾ കേൾക്കുകയായിരുന്നു. പുതിയ അജണ്ട അനുസരിച്ച് തത്വാധിഷ്ഠിതമായ നിലപാടെടുക്കുന്നതിനെ പറ്റി ഞങ്ങൾ ചർച്ച ചെയ്യുന്നു. അതെന്താണ് പുതിയ അജണ്ട? പഴയ അജണ്ട മാറുമ്പോഴാണല്ലോ പുതിയ അജണ്ട ഉണ്ടാവുന്നത്. മാഷേ, ഒരു സംഘടനയുടെ വീക്ഷണകോണിലൂടെ നോക്കുമ്പോൾ ഒരു അധ്യാപനും മറ്റൊരു അധ്യാപനും തുല്യരാണ്. ഒരാൾക്ക് ഒരു സ്കൂളിൽ സീറ്റ് കൊടുക്കാൻ ഒരു സംഘടനയ്ക്കും കഴിയില്ല. അതുകൊണ്ട് തന്നെ മറ്റൊരാളുടെ ജോലിക്ക് തുരങ്കം വയ്ക്കാൻ PSTUവിന് ബുദ്ധിമുട്ടുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടേതായ കഴിവുകൾ ഉപയോഗിച്ച് ജോലി നേടിയെടുക്കണം. അതിനുശേഷം നിങ്ങളുടെ ഏത് ആവശ്യം ഞങ്ങൾ പറയിൽ കാണും. അങ്ങനെയല്ലല്ലോ ആദ്യം പറഞ്ഞത്. ആദ്യം ഞങ്ങൾക്ക് ചില തെറ്റുകൾ പറ്റി. ഇപ്പൊ ഞങ്ങളത് തിരുത്തുകയാണ്. അപ്പൊ ഞാനിനി എന്ത് ചെയ്യണം? അത് തികച്ചും സ്വാർത്ഥീയമായ ചോദ്യമാണ്. ആർക്കും മറുപടി പറയാൻ പറ്റാത്തൊരു ചോദ്യം. ജോലി ഉള്ളവൻ ചോദിക്കുന്നു, ഞാൻ ഇനി എന്ത് ചെയ്യണം? ജോലി ഇല്ലാത്തവൻ ചോദിക്കുന്നു, ഞാൻ ഇനി എന്ത് ചെയ്യണം? ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള പട്ടിണിക്കാരായ ലക്ഷോപലക്ഷം ജനങ്ങൾ ചോദിക്കുന്നു, ഞങ്ങൾ എന്ത് ചെയ്യണം? ഈ ലോകത്ത് ഒരു സർക്കാർ ഒരു സംഘടനയ്ക്കും അതിന് മറുപടി പറയാൻ കഴിയില്ല. ചോദ്യം ചോദിക്കുന്ന ആൾ തന്നെ അതിന് ഉത്തരം കണ്ടുപിടിക്കുന്നതായിരിക്കും ഉത്തമം.